ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM Think. ഇന്ന് നമ്മൾ ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 9 ജിയോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ്. ആദ്യം നമുക്കൊരു ചോദ്യം മുഖേന അത് ചെയ്യാൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് പോയിന്റ്സ് 2, 4 ആൻഡ് 5, 6. 2, 4, 5, 6 ഈ ബിന്ദുക്കൾ ജോയിൻ ചെയ്യുന്നത് ഉണ്ടാകുന്ന രേഖയുടെ ഇക്വേഷൻ, അതായത് സമവാക്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 2, 4, 5, 6. ഞാൻ ഒരു രേഖ വരയ്ക്കാം. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു രേഖ വരയ്ക്കാം. 2, 4, 5, 6. ഈ രണ്ട് ബിന്ദുക്കളും ജോയിൻ ചെയ്യുന്ന രേഖയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ലോപ്പ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഈ വരയുടെ ചരിവ് എത്രയാണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y ഡിഫറൻസ് 6 - 4 by x ഡിഫറൻസ് 5 - 2 ഈക്വൽസ് 2/3. 2/3 എന്ന് കിട്ടും. ഈ രേഖയുടെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊരു ബിന്ദു എടുത്താലും അവയുടെ സ്ലോപ്പ് തുല്യമായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റും ഈ 2, 4 തമ്മിലുള്ള സ്ലോപ്പ് എന്തായിരിക്കും? 2/3 ആയിരിക്കും. മറ്റൊരു പോയിന്റ് എടുക്കുക. ഈ ലൈനിലെ ഏതൊരു ബിന്ദു എടുത്താലും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ചരിവ് 2/3 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. പോയിന്റ് പി എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം AB. ഇതിന്റെ കോർഡിനേറ്റ്സ് എക്സും വൈ എന്നും കൊടുക്കാം. ഇനി AP-യുടെ ചരിവും PB-യുടെ ചരിവും എല്ലാം തുല്യമായിരിക്കും. AB-യുടെ ചരിവും തുല്യമായിരിക്കും. AB-യുടെ ചരിവ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും AP-യുടെ ചരിവും PB-യുടെ ചരിവും. നമുക്ക് AP-യുടെ ചരിവ് ഒന്ന് കണ്ടുപിടിക്കാം. AP ഈക്വൽ y ഡിഫറൻസ് 5 - 4 by x - 2. ഇതിന്റെ സ്ലോപ്പും 2/3 തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് സ്ലോപ്പ് ഒന്നുകൂടി എഴുതാം. സ്ലോപ്പ് ഓഫ് AP 5 - 4 by x - 2 ഈക്വൽസ് 2/3. 2/3 തന്നെ ആയിരിക്കും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × y - 4 3 × y - 4 ഈക്വൽസ് 2 × x - 2. 3y - 12 ഈക്വൽസ് 2x - 4. ഇതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ 3y അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പം മൈനസ് ആവും. 2x - 3y -12നെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം എന്താവും? +12 ഈക്വൽ ടു 0. ഒരു സൈഡിൽ ഒന്നുമില്ല, 0 ആവും. അപ്പോൾ ഇതെന്താ ചെയ്യും? നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 2x - 3y + 8 ഈക്വൽ 0 എന്ന് കിട്ടും. നോക്കിക്കേ, നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? എക്സും വൈയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമവാക്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സമവാക്യത്തില് എക്സിന് വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈ കിട്ടും. നോക്കിക്കേ, 2x - 3. അപ്പൊ ഈ ലൈൻ AB എന്ന വരയുടെ സമവാക്യം എന്താണ്? 2x - 3y + 8 ഈക്വൽ 0. ഇപ്പൊ എക്സിനും വൈക്കും പകരം പിയും ക്യൂ ആണെങ്കിലോ? എക്സിന് പകരം പിയും വൈക്ക് പകരം ക്യൂ ആണെങ്കിൽ നമ്മുടെ സമവാക്യം എങ്ങനെയായിട്ട് മാറും? 2p - 3q + 8 ഈക്വൽ 0 എന്ന് കിട്ടും. എക്സിന് നമുക്കിപ്പം എക്സിന് കൊടുക്കുന്ന വിലയ്ക്ക് അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് വൈ കിട്ടും. ആ വൈയുടെ കൂടെ 8 കൂട്ടിയാൽ 0 കിട്ടും. നമുക്കൊരു പോയിന്റ് എടുത്തു നോക്കാം. അതായത് 11, 0, 11, 0 is a point on this line. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ എക്സിന് 11 കൊടുക്കുക. 2 × 11 മൈനസ് വൈക്ക് 0 കൊടുക്കുക. 3 × 0 0 +8 ഈക്വൽ ടു 22 + 8 ഈക്വൽസ് 30.
0 ഇല്ല. അതുകൊണ്ട് 11 0 ഈ ലൈനിലെ ഒരു പോയിന്റേ അല്ല. പോയിന്റ് ആകണമെങ്കിൽ എന്ത് കിട്ടണമായിരുന്നു? ഈ സമവാക്യത്തിൽ കൊടുക്കുമ്പോൾ എക്സിനും വൈക്കും വില കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 എന്ന് കിട്ടണം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. 11 10 ഇത് ഈ ലൈനിലെ ബിന്ദു ആണോ എന്ന് നമുക്ക് നോക്കാം. എക്സിന് 11 കൊടുക്കുക. 11 2 22 മൈനസ് 3 into 10 30 പ്ലസ് 8. നോക്കിക്കേ എത്ര വരുന്നുണ്ട്? 22 plus 8 30 minus 30 0. Yes, 11 10 is a point on this line. അപ്പം ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിലുള്ള ഏതൊരു പോയിന്റും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു പോയിന്റ്. ഇനി രണ്ടാമതൊരു ചോദ്യം നോക്കിക്കേ. Prove that the x and y coordinates of any point in this line 0 0 and 1 1 are equal. ചോദ്യം മനസ്സിലായോ? അതായത് 0 0 1 1 എന്ന രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന രേഖയിലെ എക്സും വൈയും തുല്യമാണെന്ന് തെളിയിക്കണം. നോക്കിക്കേ 0 0 എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ. ഈ ലൈൻ നമുക്കൊരു പേര് കൊടുക്കാം. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ആദ്യം ഇതിന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽസ് y2 minus y1 by x2 minus x1. Y difference by x difference, that is 1 minus 0 by 1 minus 0 equals 1. ഇനി ഇതിൻ്റെ അകത്തൊരു പോയിന്റ്, ഇഷ്ടമുള്ളൊരു പോയിന്റ് നമുക്ക് എടുക്കാം. അതിന് പി, അതിൻ്റെ കോർഡിനേറ്റ് എക്സും വൈ എന്ന് കൊടുക്കാം. അപ്പം എക്സും വൈയും ഈക്വൽ ആണ്, തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ പി ഈക്വൽ y മൈനസ് 0 ബൈ എക്സ് മൈനസ് 0. പക്ഷേ എ ബിയുടെ സ്ലോപ്പ് ഒന്നാണെങ്കിൽ എ പിയുടെ സ്ലോപ്പ് എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ഇനി ഇതിൽ നമുക്ക് എന്ത് കിട്ടും? y ബൈ എക്സ് ഈക്വൽസ് 1 ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ y ഈസ് ഈക്വൽ ടു എക്സ്. ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തുല്യമാണെന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ലൈനിലെ ഏതൊരു ബിന്ദു എടുത്താലും ആ ബിന്ദുവിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് നമുക്കിവിടെ തെളിയിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു റിലേഷനാണ് ഈ ലൈനിൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്താണ്? രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന ഒരു രേഖയുടെ സമവാക്യം, ഒരു ലൈനിന്റെ സമവാക്യമാണ് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ലൈനിൽ മാത്രമല്ല സർക്കിളിനും നമുക്ക് സമവാക്യം രൂപീകരിക്കാൻ കഴിയും. ഇനി നമുക്ക് സർക്കിളിന്റെ സമവാക്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാം. ഒരു ചോദ്യത്തിലൂടെ പോകാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് 1 4 ആൻഡ് റേഡിയസ് 2. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇതിപ്പോ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് സർക്കിൾ. അത് കണക്ക് പല രൂപങ്ങൾക്കും നമുക്ക് സമവാക്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ നോക്കിക്കേ, ഒരു സർക്കിൾ വിത്ത് സെന്റർ 1 4, റേഡിയസ് എത്ര? 2. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പി എക്സ് വൈ എന്ന് എടുക്കാം. അപ്പൊ എക്സും വൈയും വരാൻ വേണ്ടിയാണ് എക്സും വൈ എന്നും കോർഡിനേറ്റ്സിന് പേര് കൊടുത്തത്. എക്സ് കോർഡിനേറ്റിന് എക്സ് എന്നും വൈ കോർഡിനേറ്റിന് വൈ എന്നും. ഈ സെന്ററിന് O എന്ന് കൊടുക്കാം. ഒ പിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് തന്നെ ഡിസ്റ്റൻസ് കാണണം. ഒ പിയുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. ഒ പി ഈക്വൽസ് root of x minus 1 the whole square plus y minus 4 the whole square. OP എത്ര? 2 equals
root of x minus 1 the whole square plus y minus 4 the whole square. ഈ സ്ക്വയർ റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഈ 2 എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഈ സ്ക്വയർ റൂട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്താ കിട്ടും? എക്സ് മൈനസ് 1 the whole square പ്ലസ് y minus 4 the whole square is equal to 2 square 4. So open the bracket. X square minus 2x plus 1 plus a minus b whole square, a square minus 2ab plus b square. അതുപോലെ തന്നെ ഇതും y square minus 4 to 8y plus 16 equals 4. ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷൻ്റെ ഫോമിൽ ആക്കാം. അപ്പം എന്താ കിട്ടും? ഈ സ്ക്വയർ ഉള്ള രണ്ട് ടേമും അടുത്ത് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 8y. ഇനി +1 പ്ലസ് 16 പ്ലസ് 17. ഈ 4ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -4 എന്നാവും, ഈക്വൽ ടു 0. നമുക്ക് എന്താ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 8y. 17 മൈനസ് 4 ഈസ് 13 പ്ലസ് 13 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x പ്ലസ് മൈനസ് 8y പ്ലസ് 13 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ ലൈൻ ജോയിനിങ് 1, 4 ആൻഡ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ XY. Its equation is x square plus y square minus 2x minus 8y plus 13 equal to 0. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് 0, 0. അതായത് സെന്ററിന്റെ കോർഡിനേറ്റ് 0, 0 എന്നും റേഡിയസ് 1 ആയാൽ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കും. ഈ സർക്കിളിന്റെ ഈ ലൈനിന്റെ ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ അതും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. OP ഈക്വൽസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇവിടെ എത്ര റേഡിയസ് എത്ര? OP എന്ന് പറയുന്നത് 1. 1 ഈക്വൽസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ജോയിനിങ് ദ പോയിന്റ് 0, 0 ആൻഡ് റേഡിയസ് 1 ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇനിയിപ്പോൾ റേഡിയസ് 6 തന്നിട്ടില്ല. റേഡിയസിന് 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ റേഡിയസ് 0, 0യും ഇവിടെ ഓന്ന് എടുക്കുക. ഇവിടെ PXY റേഡിയസ് തന്നിട്ടില്ല 6 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് ആകും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിക്കേ, 2 പാരലൈൻസ് ആണ്. 2, 3, 4, 6 ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ലൈനും പിന്നെ അടുത്ത 1, 5, 3, 8 ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ലൈന്. 2 ലൈനും പാരലാണ്. അപ്പോൾ പാരലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലൈനിൽ M1 എന്നും ഈ ലൈനിന് M2 എന്നും പേര് കൊടുക്കുക. സ്ലോപ്പ് ഓഫ് M1, slope of line M1 equals y2 minus y1 by x2 minus x1 equal to നമുക്ക് എന്താ കിട്ടും? 6 minus 3 by 4 minus that is 3 by 2 എന്ന് കിട്ടും. ഇനി അടുത്ത സ്ലോപ്പ് ഓഫ് M2 8 minus 5 by 3 minus 1 that is 3 by 2 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഈ 2 ലൈൻ്റെ സ്ലോപ്പ് തുല്യമാണ്. അപ്പം M1 ഈക്വൽസ് M2 എന്ന് നമുക്ക് പറയാം. അപ്പം എപ്പോഴൊക്കെയാണ് ഈ 2 ലൈൻ്റെ സ്ലോപ്പ് ഈക്വൽ ആകുന്നത്?
രണ്ട് ലൈൻ്റെ സ്ലോപ്പ് ഈക്വൽ ആകുന്നത് രണ്ടും പാരലൽ ആകുമ്പോഴും പിന്നെ ഒരു ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്ത് അതിൻ്റെ സ്ലോപ്പ് ആ പോയിന്റും ഈ തന്നിരിക്കുന്ന പോയിന്റിന്റെ സ്ലോപ്പ് തുല്യമാണെങ്കിലും എന്താണ് ആ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് ആണെന്ന് പറയാൻ കഴിയും. അപ്പൊ സ്ലോപ്പുകൾ എപ്പോഴാണ് തുല്യമായിട്ട് വരുന്നത്? ഒന്നാമത്തെ കേസില് എന്താണ് ആ ലൈനിലെ ഒരു പോയിന്റ് ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസില് ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിലും അതിന്റെ സ്ലോപ്പ് തുല്യമായിരിക്കും. ഇനി ഈ പാരലലിന് പകരം ഇങ്ങനെയാണെന്നാണെങ്കിലോ പെർപെൻഡിക്കുലർ M1 M2 രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ ഇവയുടെ സ്ലോപ്പ് എന്തായിരിക്കും? നോക്കിക്കേ, സപ്പോസ് M1 എന്ന ലൈൻ്റെ സ്ലോപ്പ് 2/3 ആണെങ്കിൽ M2ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കലിന്റെ ഓപ്പോസിറ്റ് സൈൻ -3/2 ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? M1 × M2 = 2/3 × -3/2 = -1 എന്ന് കിട്ടും. അപ്പം പെർപെൻഡിക്കുലർ ആകുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഈസ് -1. പാരലൽ ആകുമ്പം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു M1 = M2 and M1 M2 = -1. പാരലലിന്റെ സന്ദർഭത്തിൽ രണ്ട് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് എന്തായിരിക്കും? അതിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. അതായത് ഒരു വരയുടെ സ്ലോപ്പിന്റെ റെസിപ്രോക്കലിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിനകത്ത്. ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. തീർന്നു, ഈ ടോപ്പിക്ക് തീർന്നു. അതായത് ഈ ലെസൺ തന്നെ തീർന്നു. ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.